ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ചതിനെതിരെ ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ ഇവിടെ കേരളത്തിൽ കെ.പി.സി.സി ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുകയാണ്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും മറ്റു മുതിർന്ന നേതാക്കളും മാർച്ചിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. കെ.പി.സി.സി ആസ്ഥാനത്തിന് സമീപം ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നു പോലീസ്. നിലവിൽ ബാരിക്കേഡുകൾ തള്ളി നീക്കാൻ പ്രവർത്തകർ ശ്രമിക്കുകയാണ്. വിവരങ്ങളുമായി ദേവൻ എം പിയാണ് ചേരുന്നത്. ദേവൻ, എന്താണ് അവിടെ സാഹചര്യം, പറയൂ. വസതിക്ക് മുന്നിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമരത്തിനെതിരെയുള്ള പ്രതിഷേധമായിട്ടാണ് ഇപ്പോൾ ബി.ജെ.പി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ.പി.സി.സി ആസ്ഥാനത്തേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. പ്രധാനമായും ഈ രാജ്യത്ത് കലാപം സൃഷ്ടിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്, രാജ്യത്ത് അരാജകത്വം വളർത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധ മാർച്ച് ബി.ജെ.പി ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചതിന് പിന്നിൽ ആലോചനയുണ്ടെന്നും അത്തരം കാട്ടിക്കൊണ്ടാണ് ഈ ഒരു പ്രതിഷേധ മാർച്ച് ഇപ്പോൾ കെ.പി.സി.സി ആസ്ഥാനത്തേക്ക് സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം മാനവീയം വീതിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ഇപ്പോൾ കെ.പി.സി.സി ആസ്ഥാനത്തിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുകയാണ്. 100-ലധികം വരുന്ന പ്രവർത്തകരാണ് ഈ ഒരു മാർച്ചിന്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുള്ളത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഒപ്പം തന്നെ ബി.ജെ.പിയുടെ മറ്റ് മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഈ മാർച്ചിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുമുണ്ട്. ഇപ്പോൾ ഈ ബാരിക്കേഡിന് മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ മാർച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഈ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ് ഈ ബി.ജെ.പിയുടെ പ്രവർത്തകർ. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെയും ഒപ്പം തന്നെ മറ്റ് കോൺഗ്രസ് എംപിമാരുടെയും ഇന്നലെ മുന്നിൽ നടന്ന ഈ ഒരു സമരത്തെ ബി.ജെ.പി ശക്തമായി അപലപിക്കുന്നു. തന്നെ അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഇന്നലെ നടന്ന സമരത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവസരമുണ്ടെന്നും എന്നാൽ ആ ഒരു പ്രതിഷേധം അക്രമ സ്വഭാവത്തിലേക്ക് കടക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു പ്രതികരണം സോഷ്യൽ മീഡിയ വഴി ഉണ്ടായിരുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ ബി.ജെ.പിയും ഒരു പ്രതിഷേധത്തിന് പകരം പ്രതിഷേധം എന്നോണമാണ് ഇപ്പോൾ ബി.ജെ.പിയും രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്നലെ വലിയ രീതിയിൽ തലസ്ഥാനത്തും ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ യുവജന സംഘടനകളായ കെ.എസ്.യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് ഇന്നലെ എ.ജി.സി ഓഫീസിലേക്ക് കെ.എസ്.യു സംഘടിപ്പിച്ച മാർച്ചിൽ ചെറിയ രീതിയിൽ പോലീസുമായി സംഘർഷമുണ്ടായി. പിന്നീട് ലോക് ഭവനിലേക്ക് വലിയ ഒരു ബഹുജന മാർച്ച് തന്നെയായിരുന്നു കോൺഗ്രസ് ഇന്നലെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫും ഒപ്പം തന്നെ മന്ത്രിമാരായിട്ടുള്ള എം ലിജുവും ഒ.ജെ ജനീഷും കെ തുളസിയും അടക്കമുള്ള മന്ത്രിമാരടക്കം എത്തിക്കൊണ്ടായിരുന്നു സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ. അത്തരത്തിൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള വ്യക്തികളെ അറസ്റ്റ് ചെയ്ത് നീക്കിയ നടപടിയിൽ വലിയ രീതിയിലുള്ളൊരു വിമർശനം ദേശീയ തലത്തിൽ തന്നെ ബി.ജെ.പി നേരിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും വലിച്ചെറിഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് കെ.പി.സി.സി ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ് നിലവിൽ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും മറ്റു മുതിർന്ന നേതാക്കളും മാർച്ചിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുമുണ്ട്. ദേവൻ എം പിയാണ് വിവരങ്ങൾ നൽകിയത്.